നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായി ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കും. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായി അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കുക. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ആർദ്രമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യും. എങ്ങനെ ഈ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ജീവിതം എന്ന് നമ്മൾ പറയുമ്പോൾ ഉണർന്നിരിക്കുന്ന ഈ ലൈഫിനെ കുറിച്ചാണ് നമ്മൾ സാധാരണ ഡിസ്കസ് ചെയ്യുന്നത്. ജാഗ്രത അവസ്ഥയിലെ ജീവിതം. ഇപ്പോൾ കോൺവെർസേഷൻ എന്നുള്ള പദം നമ്മൾ ഉപയോഗിക്കുമ്പോൾ പുറമേ നമ്മൾ ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആശയവിനിമയം ഈ അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ ബോഡി ലാംഗ്വേജിൻ്റെ പ്രാധാന്യം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുറമേക്കുള്ള ഈ പ്രകടനത്തിൽ കോൺവെർസേഷൻ്റെ ഉള്ളിലുള്ള ചിന്തകളുടെ പ്രാധാന്യം മനുഷ്യൻ റെക്കഗ്നൈസ് ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ ഉള്ളിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ള ഒരു തിരിച്ചറിവ് മനുഷ്യനുണ്ടായി. മറ്റുള്ള ചരാചരങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല. അവർ നാച്ചുറൽ ഇൻസ്റ്റിക്റ്റിനെ ഫോളോ ചെയ്യും. കാരണം അവർ അവരുടെ ബോഡിയിലാണ് ജീവിക്കുന്നത്. ചിന്തിച്ചിട്ട് പെരുമാറേണ്ട ആവശ്യമില്ല. നമ്മുടെ തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാവുന്നത്. നാച്ചുറലായിട്ട് എന്താണോ ബോഡി ഡിക്റ്റേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ അവരുടെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഡിക്റ്റേഷൻ. ഇന്നലെ ഒരു മയില് നൃത്തം ചെയ്യുന്ന ഒരു സീൻ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പം അതിന് സന്തോഷം വരുമ്പോൾ അത് നൃത്തം ചെയ്യും. അതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. അത് അതേ രീതിയിൽ തന്നെ പെരുമാറിക്കൊണ്ടിരിക്കും. പക്ഷെ മനുഷ്യന് ഈ ആശയവിനിമയം പുറമേ നമ്മൾ ബോഡി ലാംഗ്വേജിലൂടെയോ അല്ലെങ്കിൽ സംഭാഷണത്തിലൂടെ നടത്തുന്ന ആശയവിനിമയത്തിൻ്റെ അടിസ്ഥാനം ഉള്ളിലുള്ള മനസ്സാണ് എന്ന തിരിച്ചറിവുണ്ടായി. മനുഷ്യന്
ചിന്തിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ചിന്ത കൊണ്ട് സ്വയം മാറ്റാൻ മനുഷ്യന് സാധിക്കും. നമ്മൾ ജനിക്കുമ്പോൾ എല്ലാവരും ഏകദേശം ഒരുപോലെ തന്നെയാണ്. ക്രമേണ വലുതാവുമ്പോൾ മാറ്റങ്ങൾ വരും, സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുന്നു എന്ന് നമുക്കറിയാം, സംഭാഷണ രീതിയിൽ മാറ്റങ്ങൾ വരും. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ഉള്ളിലുള്ള മനസ്സിൻ്റെ പല വൈബ്രേഷൻസാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ രാജസികം, സാത്വികം, താമസികം 3 ഗുണങ്ങളെ കുറിച്ച് പരാമർശിച്ചു. നമ്മുടെ ഉള്ളിലുള്ള മെൻ്റൽ കണ്ടീഷൻ, അപ്പോൾ നമ്മുടെ മെൻ്റൽ കണ്ടീഷൻ്റെ റിഫ്ലക്ഷനാണ് പുറമേ നടക്കുന്ന ഈ കോൺവെർസേഷൻ. ആ മനുഷ്യൻ അതുകൊണ്ട് തന്നെ പുറമേ ഉള്ള ഈ തരത്തിലുള്ള മാനിഫെസ്റ്റേഷനെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഉള്ളിലുള്ള മാറ്റം ആദ്യം കൊണ്ടുവരണം എന്നുള്ള തിരിച്ചറിവുണ്ടായി. പുറമേ ഉണ്ടാകുന്ന അനുഭവങ്ങൾ അതേപോലെ റിയാക്ട് ചെയ്യുന്ന മനുഷ്യൻ മൃഗങ്ങളെ പോലെ തന്നെയായി മാറും. മനുഷ്യൻ പാസ്റ്റുള്ള അറിവുകൾ മാത്രം കണക്ട് ചെയ്തിട്ട് അനിമൽ ലൈഫ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഉള്ളിലൊരു പ്യൂരിഫിക്കേഷൻ നടക്കുമ്പോൾ പുറമേ ഉള്ള എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ കൂടുതൽ ഹയർ ലെവലിൽ നിന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളൊരു തിരിച്ചറിവ് മനുഷ്യന് വരുന്നു. ആദ്യത്തെ മാറ്റം ഉള്ളിലാണ് തീർച്ചയായിട്ടും. ഇതിനാണ് ആധ്യാത്മികത, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. പുറമേ ഈ തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എല്ലാവരുമായിട്ടും ഒരേപോലെ ജീവിക്കാൻ പറ്റുന്നില്ല, എനിക്കെൻ്റെ മനസ്സിൻ്റെ ബാലൻസ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല, ഈ അനിമൽ തലത്തിൽ എനിക്ക് ഉയരാൻ സാധിക്കുന്നില്ല, ഇന്ദ്രിയ തലത്തിലുള്ള പുള്ള് എനിക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ് പലരും സന്യാസം, സ്പിരിച്വാലിറ്റി എന്നുള്ള സന്യാസം എന്ന് പറയുമ്പോൾ ഈ ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ മനസ്സിനെ മാത്രം ഉയർത്തുന്ന തലത്തിലേക്ക് ഉള്ള ടേൺ ഉണ്ടായി. മനുഷ്യൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാലേ ഈ ഒരു ടേൺ ഉണ്ടായത് മനുഷ്യൻ്റെ ഈ എവല്യൂഷൻ്റെ ഒരു ഘട്ടത്തിലാണ്. ആദ്യകാലത്തിന് അങ്ങനെയല്ല. ആദ്യകാലത്തിന് ബോഡിയിലുള്ള പ്രകടനങ്ങൾക്ക് പ്രാധാന്യമുണ്ടായിരുന്നു. നമ്മളിന്നലെ റിച്വൽസിനെ കുറിച്ച് പറഞ്ഞു. വേദിക് കാലത്തിന് മുൻപ് ഫിസിക്കലായിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ്, ഈ പ്രകൃതിയിലുള്ള വിഭവങ്ങളുടെ ജീവിതമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ മനുഷ്യൻ വളരെയധികം ശ്രമിച്ചു. അതുകൊണ്ടാണ് പല റിച്വൽസും ഉണ്ടായി. പല സ്ഥലങ്ങളിലും പല റിച്വൽസാണ്, എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെയല്ല. അപ്പോൾ ആ ഒരു തലത്തിൽ ജീവിക്കുമ്പോൾ ആ ഒരു പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാൻ മനുഷ്യന് സാധിച്ചു എന്ന് തോന്നുന്നു. പക്ഷെ അവിടെ നിന്ന് ട്രാൻസ്പോസിൽ വേറെ അടുത്ത് വന്നാൽ അവർക്ക് പറ്റില്ല. അപ്പോൾ നമുക്ക് അറിയാം ട്രൈബൽ കോളനീസിലൊക്കെ നടക്കുന്ന റിച്വൽസ്, അവർക്ക് അവിടെ വൈബ്രേറ്റ് ചെയ്യാൻ സാധിക്കും. അവിടെയുള്ള ആ സ്റ്റേറ്റുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ സാധിക്കും. കാടിൻ്റെ ജീവിതം, കടലിൻ്റെ ജീവിതം, അല്ലെങ്കിൽ പോൾസിലെ ജീവിതം, അതുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ അവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് വേറെ എവിടെയും വരുമ്പോൾ അവർക്ക് പറ്റില്ല. അപ്പോൾ ഒരു പരിഷ്കരണം വരുമ്പോൾ, മനുഷ്യൻ്റെ ജീവിതത്തിൽ പരിഷ്കരണം വരുമ്പോൾ അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ അവർക്ക് സാധിക്കത്തില്ല. ഇതിൽ നിന്നും ആൾക്കാർ, വിദ്യാഭ്യാസം നേടിയ ആൾക്കാർ വളർന്നു വന്നപ്പോൾ ഈ റിച്വൽസിന് പ്രാധാന്യം കൊടുക്കാതെ ശരിക്കും ഇൻ്റഗ്രേഷൻ നടക്കേണ്ടത് ഉള്ളിലാണ് എന്നുള്ളത് തിരിച്ചറിയാൻ ജ്ഞാനത്തിന് പ്രാധാന്യമാണ്. ഇപ്പോൾ കർമ്മത്തിൽ നിന്നും കർമ്മയോഗി എന്ന് പറയാം, കർമ്മത്തിൻ്റെ സ്റ്റേറ്റ് ആയിരുന്നു, അതിൽ നിന്നും ജ്ഞാനത്തിൻ്റെ സ്റ്റേറ്റ്. അപ്പോൾ ശരിക്കും ഒരു എല്ലാവരും തമ്മിലുള്ള ഒരു യോജിപ്പ് വരാന്നുണ്ടെങ്കിൽ ഉള്ളിലാണ് യോജിപ്പ് കൊണ്ടുവരുന്നത്. എല്ലാ സ്റ്റേറ്റിലും ഒരേപോലെ ബാലൻസ്ഡ് അവസ്ഥ കൊണ്ടുവരുന്നത് ഉള്ളിലാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് മനുഷ്യൻ തിരിച്ചറിയാൻ. ഇപ്പോൾ ജ്ഞാനത്തിന് പ്രാധാന്യം വരാറ്. അപ്പം അതുകൊണ്ടാണ് ഒരു പക്ഷേ മനുഷ്യൻ്റെ എവല്യൂഷൻ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാലം ഈ തരത്തിലുള്ള ജ്ഞാനികൾക്ക് ഫിലോസഫീസ് വളരെയധികം ഡെവലപ്പ് ചെയ്തു. പക്ഷെ അത് മാത്രം പോരാ, പുറമേ പ്രകടിപ്പിക്കണം എന്നുള്ളൊരു അണ്ടർലൈൻ സത്യം പലപ്പോഴും മനുഷ്യൻ വിസ്മരിച്ചു വരും. അപ്പോൾ അതുകൊണ്ട് 2 ധ്രുവങ്ങളിലേക്കുള്ള പുള്ള് ഇപ്പോഴും മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആനിമൽ സ്റ്റേറ്റിൽ കണ്ടിന്യൂ ചെയ്യുന്ന, അതായത് ഉള്ള അറിവ് വെച്ചിട്ട് ശരീരത്തിൻ്റെ തലത്തിൽ ജീവിക്കുന്ന വലിയൊരു പോപ്പുലേഷൻ ഇപ്പോഴുണ്ട്. അവർ പഴയ തരത്തിലുള്ള റിച്വൽസ് വിസ്മരിച്ച് കഴിഞ്ഞിരിക്കും. പ്രീവേദിക് റിച്വൽസ് എല്ലാം വിസ്മരിച്ച് കഴിഞ്ഞിരിക്കും. പ്രകൃതിയുമായി താതാത്മ്യം
പ്രാപിച്ച് ആ സ്റ്റേറ്റിൽ ജീവിക്കാൻ ശരീരത്തിനെ കൊണ്ടുവരാൻ അവർക്ക് പറ്റുന്നില്ല. ഭക്ഷണ രീതികൾ മോഡിഫൈ ചെയ്യപ്പെട്ടില്ല. അപ്പോൾ ശരിക്കും എല്ലാവരിലും ഒരേ തരത്തിലെ ഫുഡ്, ഒരേ തരത്തിലെ അന്തരീക്ഷം, പക്ഷേ മാനസിക സ്ഥിതി വ്യത്യസ്തമായി ആണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഇപ്പോൾ ലോകത്ത് കാണാം. ഒരു ഗ്രൂപ്പ് ആൾക്കാർ അറിവിനും ജ്ഞാനത്തിനും ഫിലോസഫിക്കും പ്രാധാന്യം കൊടുക്കും. വലിയൊരു ഗ്രൂപ്പ് ഫിസിക്കലായിട്ടുള്ള ജ്ഞാനമുണ്ട്, നോളജുണ്ട്, പക്ഷേ നോളജിന് ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിൽ ഏതാണ് ശരി? സഹജമാർഗം ഹാർട്ട്ലെസ് പറയുന്നത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപക്ഷെ ആദ്യമായിട്ട് ഒരു സിന്തസിസ് വന്നിരിക്കുകയാണ്. ഏറ്റവും പഴയ കാലത്ത് മനുഷ്യൻ്റെ തിരിച്ചറിവ്, അതായത് പ്രകൃതിയുമായിട്ട് താതാത്മ്യം പ്രാപിക്കുക എന്നുള്ള ബാഹ്യപ്രകൃതി മാത്രമല്ല, ആന്തരികമായിട്ടുള്ള പല പ്രകൃതികളുണ്ട് നമ്മുടെ മനുഷ്യപ്രകൃതി, അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കുക. എങ്കിലേ ഒരു പൂർണ്ണ ജ്ഞാനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ ഓരോ സ്റ്റേജിൽ താതാത്മ്യം പ്രാപിച്ച് ജീവിക്കുമ്പോൾ ആ ഭാഷ നമുക്ക് ഹൃദിസ്ഥമായിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു സമൂഹത്തിൽ മാത്രമേ എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കുള്ളൂ, വേറെ സ്ഥലത്ത് എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ കോൺഷ്യസ് കൺസ്ട്രക്റ്റായിട്ട് നമ്മുടെ അവതാരങ്ങൾ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം. ദശാവതാരങ്ങൾ ഓരോ ഡയമെൻഷനിലും ആണ് അവർ പ്രകടിപ്പിക്കുന്നത്. എല്ലാ ഡയമെൻഷനിലും ഒരേപോലെ തന്നെ ആ പ്യൂർ വൈബ്രേഷൻസ് പ്യൂർ തലത്തിൽ നിൽക്കാൻ പറ്റുന്ന ഒരു യാത്ര, അവിടേക്കാണ് ഹാർട്ട്ഫുൾനെസ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ലാംഗ്വേജ്, അത് ഭാഷയായാലും ഫിസിക്കൽ ലാംഗ്വേജ് ആയാലും ബോഡി ലാംഗ്വേജ് ആയാലും എല്ലാ സ്റ്റേറ്റിലും പ്രകടമാവുന്ന രീതിയിൽ സ്നേഹം മാനിഫെസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഇവോൾവ് ചെയ്യണം. എവിടെ ചെന്നാലും അറ്റ് ഹോം വീട്ടിലിരിക്കുന്ന പോലെ തന്നെ പെരുമാറാൻ സാധിക്കും. കുട്ടികളുടെ ഒപ്പം പ്രായമുള്ള ആൾക്കാരായാലും ട്രൈബൽ പോപ്പുലേഷൻ ആയാലും നാട്ടുകാരായാലും വില്ലേജ് ആയാലും പട്ടണമായാലും എല്ലായിടത്തും ആ ഉള്ളിലുള്ള ജ്ഞാനം റേഡിയേറ്റ് ചെയ്യാൻ തരത്തിൽ മാറണം. എങ്കിലേ ശരിക്കും ഒരു സ്പിരിച്വലായിട്ടുള്ള ഒരു ആസ്പിരൻറ്റ് ഹാർട്ട്ഫുൾ ആവും. അപ്പോൾ ആ തിരിച്ചറിവിൽ സ്നേഹത്തിൻ്റെ മാനിഫെസ്റ്റേഷനാണ് പ്രധാനമെന്ന് നമ്മുടെ മാസ്റ്റർ ഒരു മെസ്സേജ് പറഞ്ഞു. ഇനി അഭിനയങ്ങൾ പോരാ, പാർഷ്യലായിട്ടുള്ള ഷോ മാത്രം പോരാ, യു ഷുഡ് മാനിഫെസ്റ്റ് ലവ് എല്ലായ്പ്പോഴും എപ്പോഴും എല്ലാ സ്ഥലത്തും എല്ലാ ഡയമെൻഷനും. ഇപ്പോൾ ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ഉള്ളിൽ ഈ തരത്തിലുള്ള ഒരു പ്യൂരിഫിക്കേഷൻ കൊണ്ടുവരും. പക്ഷേ അത് മാനിഫെസ്റ്റ് ചെയ്യുക, പ്രകടമാക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായിട്ട് മാറിയിരിക്കുക. അപ്പോൾ ആ തരത്തിലുള്ള എവല്യൂഷൻ എവിടെ ചെന്നിട്ടാലും ഈസ് എ പെർഫെക്റ്റ് മാൻ എന്നുള്ള സ്റ്റേജിലേക്ക് മാറിക്കൊണ്ടിരിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതൊരു വലിയൊരു എവല്യൂഷൻ്റെ വലിയൊരു ടേണിംഗ് പോയിൻ്റാണ് എന്നാണ് തോന്നുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത സെഷൻ വരേക്കും വിടവാണെന്ന് നന്ദി, നമസ്കാരം.